ഹലോ എവ്രി വൺ, ഡോക്ടർ മഞ്ജുല ഹിയർ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചില ടെർമിനോളജീസ് ആണ് റിലേറ്റഡ് ടു മാനേജ്മെൻറ്റ്. ടെർമിനോളജീസ് കൂടാതെ തന്നെ മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചില ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസും അവരുടെ കോൺട്രിബ്യൂഷനാണ് നോക്കുന്നത്. പേഴ്സണാലിറ്റീസ് ഇത് ഒരുപാട് പല ആൾക്കാരെയൊക്കെ പല പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒരാളെങ്കിലും ചോദിക്കാറുണ്ട് സാധാരണ. അപ്പോൾ നമുക്ക് നോക്കാം ഓരോ പേഴ്സണാലിറ്റീസും അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ക്വിക്കായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇസ് ഹെൻറി ഫയോൾ. ഹെൻറി ഫയോളിൻ്റെ പുള്ളി എന്താ ചെയ്തത്? 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് പറഞ്ഞത് ഹെൻറി ഫയോളാണ്. അടുത്തത് ടൈലർ, ഫ്രെഡറിക് ടൈലർ. ഹീ ഈസ് ഓൾസോ കോൾഡ് ആസ് ദ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അതാണ് പുള്ളിയുടെ ഒരു കോൺട്രിബ്യൂഷൻ. പിന്നെ മാനേജ്മെൻറ്റിൽ അല്ലെ അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നതും ഇദ്ദേഹമാണ്. സോ ഈ രണ്ട് പോയിന്റ്, ഫ്രെഡറിക് ടൈലറിൻ്റെത് പറയുമ്പോൾ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. രണ്ടാമത്തേത് എന്താണ്? ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസിൻ്റെ കോൺസെപ്റ്റ് കൊണ്ടുവന്നതും ഫ്രെഡറിക് ടൈലറാണ്. മൂന്നാമത്തെ ആളാണ് മാക്സ് വെബർ. മാക്സ് വെബറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് മാനേജ്മെൻറ്റിൽ? ബ്യൂറോക്രസി എന്ന് പറയുന്ന കോൺസെപ്റ്റ് അദ്ദേഹം കൊണ്ടുവന്നു. അടുത്തത് പീറ്റർ ഡ്രക്കർ. പീറ്റർ ഡ്രക്കറിനെയാണ് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫ്രെഡറിക് ടൈലറും പീറ്റർ ഡ്രക്കറും തമ്മിൽ മാറിപ്പോയത്, ഈ രണ്ട് അച്ഛന്മാരും തമ്മിൽ മാറിപ്പോയത്. ആദ്യത്തെ ആള് എന്താണ് ചെയ്തത്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഫാദറാണ്. പീറ്റർ ഡ്രക്കർ എന്ന് പറയുന്നത് മോഡേൺ മാനേജ്മെൻറ്റിൻ്റെ ഫാദറാണ്. അതുപോലെ തന്നെ MBO എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, അതും ചോദിച്ചിട്ടുണ്ട്. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ MBO കൊണ്ടുവന്ന ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നും പീറ്റർ ഡ്രക്കറാണ്. അടുത്ത എൽട്ടൺ മേയോ. എൽട്ടൺ മേയോ ഈ ഹാക്തോൺ സ്റ്റഡീസ് പുള്ളിയാണ് ആ ഒരു കോൺസെപ്റ്റ് അല്ലെ അതിനെക്കുറിച്ച് അദ്ദേഹം പഠിച്ചത്. ഹാക്തോൺ സ്റ്റഡീസ് ആൻഡ് ഹി ഓൾസോ എംഫസൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് ഇൻ വർക്ക് പ്ലേസ്. അപ്പോൾ എൽട്ടൺ മേയോ ഈസ് അസോസിയേറ്റഡ് വിത്ത് ടു തിങ്സ്, ഹാക്തോൺ സ്റ്റഡീസ് ആൻഡ് ഓൾസോ ഹ്യൂമൻ റിലേഷൻസ് ഇൻ ഓർഗനൈസേഷൻസ്. അടുത്തത്, അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടത് ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള 5 വ്യക്തികളാണ് മെയിൻ ആയിട്ടുള്ളത്. സമയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവരെയും കൂടെ ഒന്ന് പഠിച്ചോളാം. മേരി പാർക്കർ ഫൊലറ്റ്, അവരാണ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെൻറ്റ്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ പഠിച്ചത് മേരി പാർക്കറാണ്. അടുത്ത ചെസ്റ്റർ ബെർനാൻഡ്. ചെസ്റ്റർ ബെർനാൻഡ് ഫോക്കസ്ഡ് ഓൺ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഓർഗനൈസേഷൻ. അപ്പോൾ നേരത്തെ ഒരാളെ പറഞ്ഞു ഹ്യൂമൻ റിലേഷൻസിനെ പറ്റി പറഞ്ഞത് ആരാണ്? എൽട്ടൺ മേയോ. കമ്മ്യൂണിക്കേഷൻസിനെ പറ്റി പറഞ്ഞത് ചെസ്റ്റർ ബെർനാൻഡ്. ഇത് എളുപ്പമുണ്ട് ഓർക്കാനായിട്ട്. കമ്മ്യൂണിക്കേഷനിലും C ഉണ്ട്, ഇദ്ദേഹത്തിൻ്റെ പേരിലും C ഉണ്ട്, ചെസ്റ്റർ ബെർനാഡ്. അടുത്ത ആളാണ് ഹെർബർട്ട് എ സൈമൺ. ഹെർബർട്ട് എ സൈമൺ എന്ത് ചെയ്തു? ബൗണ്ടഡ് റാഷണാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും അതോർത്തില്ലെങ്കിലും ഡിസിഷൻ മേക്കിംഗ് അതോർത്തോളൂ. ഡിസിഷൻ മേക്കിംഗ് ഇൻ മാനേജ്മെൻറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹെർബർട്ട് എ സൈമൺ. പിന്നെ ഡോഗ്ലസ് മക്ഗ്രിഗർ. ഹി ഡെവലപ്ഡ് ദ തിയറി ഓഫ് എക്സ് ആൻഡ് വൈ. എന്താണ് ഈ തിയറി എക്സ് വൈ എന്നുള്ളത് ഇനി നമ്മൾ അടുത്ത സെഷനിൽ നമുക്ക് പഠിക്കാം. പക്ഷേ ജസ്റ്റ് റിമെമ്പർ, ഡോഗ്ലസ് മക്ഗ്രിഗർ ഡെവലപ്ഡ് ദ തിയറി എക്സ് ആൻഡ് തിയറി വൈ. മാനേജ്മെൻറ്റ് തിയറിയാണത്. അടുത്ത എഡ്വേർഡ് ഡെമിങ്. എഡ്വേർഡ് ഡെമിങ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ബിക്കോസ് ഹി ഈസ് ദ പൈനിയർ ഓഫ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. ഇപ്പം നമ്മൾ മാനേജ്മെൻറ്റിന് ഈ ഒരു TQM എന്നുള്ള അപ്രോച്ചിലാണ് ഇപ്പോൾ നമ്മൾ അതിനെ കാണുന്നത്. മാനേജ്മെൻറ്റ് പ്രോസസ്സിന് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്ന് എഡ്വേർഡ് ഡെമിങ് ആണ്. സോ ദാറ്റ്സ് അബൌട്ട് ദ പീപ്പിൾ, important personalities associated with management. Now we're going to see the framework, classic framework. മാനേജ്മെൻറ്റ് പറയുമ്പോൾ എപ്പോഴും പോസ്റ്റ് കോർബ് എന്ന് പറയും. ആ പോസ്റ്റ് കോർബ് കൊണ്ടുവന്ന ആളാരാണ്? ലൂതർ ഗുലിക്. ഈ നെയിമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തോളം. ഈ പോസ്റ്റ് കോർബ് എന്ന് പറയുന്ന ഈ ഫ്രെയിംവർക്ക്, മാനേജ്മെൻറ്റ് ഈ ഫ്രെയിംവർക്ക് ഡിസ്ക്രൈബ് ചെയ്തത് ലൂതർ ഗുലിക് ആണ്. എന്താണ് പോസ്റ്റ് കോർബ്? P stands for planning, O stands for organizing, S for staffing, D for directing, CO for coordinating, R for reporting and B for budgeting. അപ്പോൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ ഡെഫിനേഷനിലൊന്നും എല്ലാം പറഞ്ഞായിരുന്നു, ടെർമിനോളജീസ് പറഞ്ഞപ്പോൾ. എന്നാലും ക്വിക്കായിട്ട് ലൂതർ ഗുലിക്കിനെ പറ്റി പറയുന്നതുകൊണ്ട് നമുക്കിപ്പോൾ പോസ്റ്റ് കോർബും ഒന്ന് ക്വിക്കായിട്ട് പറഞ്ഞു പോവാം. P എന്താണ്? പ്ലാനിങ്. അവിടെ ഗോൾസും ആക്ഷൻസും അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പുകളാണ്. ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ റിസോഴ്സസ് എല്ലാം മാക്സിമം അറേഞ്ച് ചെയ്യുന്നത്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ സെലക്ടിങ്, റിക്രൂട്ടിങ്, ട്രെയിനിങ് ദ വർക്ക് ഫോഴ്സ്. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഗൈഡിങ് ആൻഡ് ലീഡിങ് ദ എംപ്ലോയീസ്. കോർഡിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വർക്കുകൾ നമ്മൾ
സ്മൂത്തായിട്ട് കോപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോവുക. റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ. ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ പ്ലാനിങ് ആണ്. നൗ കമ്മിങ് ടു പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. പലതവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്? ആദ്യത്തെ പ്രിൻസിപ്പിളാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ഓരോ എംപ്ലോയിനും അവരവരുടെ സ്പെഷ്യലൈസേഷൻ അനുസരിച്ച് അവർക്ക് ജോലി കൊടുക്കുക എന്നുള്ളത്. ഞാൻ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് എന്നോട് പീഡിയാട്രിക്സ് പഠിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല OBG പഠിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി എനിക്ക് പാടായിരിക്കും. അപ്പം എനിക്ക് എന്ത് വർക്ക് തന്നാലാണ് എഫിഷ്യൻസി ഉണ്ടാവുക? ഞാൻ എൻ്റെ സബ്ജക്റ്റാണ് സൂപ്പറായിട്ട് പഠിപ്പിക്കുക. അപ്പം സ്പെഷ്യലൈസേഷൻ വിൽ ഇൻക്രീസ് ദ ഔട്ട്പുട്ട്. അതാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. അടുത്തത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരാൾക്ക് അതോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. അപ്പോൾ മാനേജേഴ്സിന് എപ്പോഴും ദേ വിൽ ഹാവ് ദ പവർ ടു ഗിവ് ഓർഡേഴ്സ് ആൻഡ് ദ റെസ്പോൺസിബിലിറ്റി ടു എൻഷുർ റിസൾട്ട്സ്. അപ്പോൾ ഓർഡേഴ്സ് മാത്രം കൊടുത്താലും പോരാ, അതിന് വർക്കൗട്ട് ചെയ്ത് എടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് വരെയും അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. സോ അതോറിറ്റി എലോങ് വിത്ത് റെസ്പോൺസിബിലിറ്റി ഈസ് റിക്വയർഡ്. മൂന്നാമത്തേത് എന്താണ്? ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിരിക്കണം. അതാണ് ഡിസിപ്ലിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ എംപ്ലോയീസ് മസ്റ്റ് ഒബേ ആൻഡ് റെസ്പെക്ട് ഓർഗനൈസേഷണൽ റൂൾസ്. നാലാമത്തത് യൂണിറ്റി ഓഫ് കമാൻഡ്. എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ്? ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി ഒരു സൂപ്പർവൈസറിൽ നിന്ന് മാത്രമേ ഓർഡേഴ്സ് എടുക്കാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ എൻ്റെ മുകളിൽ എൻ്റെ തലപ്പത്ത് 2 ബോസസ് ഉണ്ടെങ്കിൽ ആര് പറയുന്നതാണ് ഞാൻ കേൾക്കേണ്ടത്? അപ്പോൾ എനിക്ക് കൺഫ്യൂഷനോ അല്ലേ, ഔട്ട്പുട്ട് അവിടെ കുറയും. സോ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയിയുടെ മുകളിൽ ഒരൊറ്റ സൂപ്പർവൈസർ ഉണ്ടാവുള്ളൂ, ഒരൊറ്റ ആളിൽ നിന്നേ ഓർഡർ എടുക്കാൻ പാടുള്ളൂ. ദറ്റ് ഈസ് യൂണിറ്റി ഓഫ് കമാൻഡ്. അടുത്തത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ activities with the same objective should be directed by one manager with one plan. അപ്പോൾ ഒരു ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അവരുടെ they should receive direction orders from only one manager and he should have only one plan. That is unity of direction. അടുത്ത സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. എന്താ? നമ്മളെക്കാട്ടിലും വലുത് ഓർഗനൈസേഷനാണ്. സോ ദ പ്രയോറിറ്റി ഷുഡ് കം ഫോർ ദ ഓർഗനൈസേഷൻ ഫസ്റ്റ് ആൻഡ് ദെൻ യുവർ പേഴ്സണൽ ഇൻട്രസ്റ്റ്. സോ ഇൻട്രസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ മസ്റ്റ് കം ബിഫോർ പേഴ്സണൽ ഇൻട്രസ്റ്റ്. ആൻഡ് ലാസ്റ്റ് ഇസ് remuneration. Remuneration means all the workers should be paid fairly for their services. സോ അടുത്തത് സെൻട്രലൈസേഷൻ. എന്താണ് സെൻട്രലൈസേഷൻ? തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ് ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും കീ ആയിട്ടുള്ള ഡിസിഷൻസ് എല്ലാം മേക്ക് ചെയ്യുന്നത്. നമ്മുടെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കീ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അവരാണ് തലപ്പത്തിരിക്കുന്നത്. അത് തന്നെയാണ് സെൻട്രലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സ്കേലാർ ചെയിൻ. സ്കേലാർ ചെയിൻ എന്ന് പറഞ്ഞാൽ ഹയറാർക്കി വിത്തിൻ ദ ഓർഗനൈസേഷൻ there is a chain of command from the top to the bottom. ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ ഒരു ഹോസ്പിറ്റലിൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ ഉണ്ടാവും, പിന്നെ അവരുടെ താഴെ നഴ്സിംഗ് സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും, നഴ്സിംഗ് സൂപ്രണ്ട് ഉണ്ടാവും, പിന്നെ നഴ്സിംഗ് സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും, ഹെഡ് നഴ്സസ്, സ്റ്റാഫ് നഴ്സസ്, ഇങ്ങനെ പോകുന്നു അല്ലേ. അപ്പം തലപ്പത്ത് ഒരാളുണ്ട്, പിന്നെ അവരുടെ താഴെ എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവും, പിന്നെ അവരുടെ കീഴിലുണ്ടാവും. അങ്ങനെ പോകുന്നതാണ് ഈ സ്കേലാർ ചെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു സ്റ്റാഫ് നഴ്സിന് ഡയറക്റ്റ്ലി ഇങ്ങോട്ടേക്ക് പോയി പറയാനോ അപ്രോച്ച് ചെയ്യാനോ ഉള്ള അവകാശം ഇല്ല. സോ ദർ ഇസ് എ ഹെയറാർക്കി ഓർ എൻ ഓർഡർ ദറ്റ് ഈസ് കോൾഡ് എസ് സ്കേലാർ ചെയിൻ. അപ്പോൾ സ്കേലാർ ചെയിനിൽ നമ്മൾ വിചാരിക്കേണ്ട ഓർക്കേണ്ട ഒരു ടേം ആണ് ഹെയറാർക്കി. ഹെയറാർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിൽ നിന്ന് താഴേക്കുള്ള ആ ലൈൻ ഓഫ് അതോറിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അടുത്തത് ഓർഡർ. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എല്ലാം കറക്റ്റ് റൈറ്റ് പ്ലേസിൽ റൈറ്റ് ടൈമിൽ റൈറ്റ് ആൾക്കാർ ഇരിക്കുക എന്നുള്ളതാണ്. സോ എല്ലാ മെറ്റീരിയൽസ് ആവട്ടെ ആൾക്കാരാവട്ടെ എല്ലാം റൈറ്റ് പ്ലേസിൽ റൈറ്റ് ടൈമിൽ ദേ ഷുഡ് ബി അവൈലബിൾ. ദറ്റ് ഈസ് കോൾഡ് ആസ് ഓർഡർ. ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈക്വലി പ്രോപ്പറായിട്ട് ഈക്വലായിട്ടും ട്രീറ്റ് ചെയ്യുക. സോ ഈക്വാലിറ്റി ഇൻ ട്രീറ്റിംഗ് ദ പീപ്പിൾ. സോ മാനേജേഴ്സ് ഷുഡ് ട്രീറ്റ് എവറിബഡി ഈക്വലി. ദെൻ സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ. സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ എന്ന് പറഞ്ഞാൽ ടേൺ ഓവർ വളരെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യം എന്താണ്? സ്റ്റേബിൾ ആയിട്ടുള്ള എംപ്ലോയീസ് ആണ്. അപ്പോൾ ലോങ് ടേം എംപ്ലോയ്മെൻറ്റ് ഈസ്
ഇമ്പോർട്ടൻറ്റ്. സോ ആൾക്കാരുടെ ടേൺ ഓവർ കുറയ്ക്കുക. സോ സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ മീൻസ് ലോങ് ടേം എംപ്ലോയ്മെൻറ്റ്. അടുത്ത ഇനിഷ്യേറ്റീവ് മീൻസ് every employee should take initiative within their roles. നമ്മളിങ്ങനെ തള്ളിക്കൊണ്ടുപോയി അവരെ കൊണ്ട് ചെയ്യിക്കൽ, അവർക്ക് സ്വയമേ തോന്നി അല്ലെങ്കിൽ അവർ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുക. ദറ്റ് സ്പാർക്ക് ഷുഡ് കം ഫ്രം ദം ടു ടേക്ക് ആക്ഷൻ, പ്രോആക്റ്റീവ്. അടുത്ത ലാസ്റ്റ് വൺ ഇസ് എസ്പിരിറ്റ് ഡീകോപ്സ്. എസ്പിരിറ്റ് ഡീകോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എൻ്റെ സ്ഥാപനം അത് എൻ്റെതാണ് എന്നുള്ള നമുക്കൊരു ഫീലിംഗ് നമ്മൾ പറയത്തില്ല, അതാണ്. അപ്പോൾ ഈ ആർമിയിലൊക്കെ കണ്ടിട്ടില്ല, ദ എമൗണ്ട് ഓഫ് യൂണിറ്റി ആൻഡ് ദ ഹാർമണി ദാറ്റ് ദേ ഹാവ് എമംഗ് ദംസെൽസ്, ദാറ്റ് ഈസ് കോൾഡ് എസ്പിരിറ്റ് ഡീകോപ്സ്. സോ ടീം സ്പിരിറ്റ് ആണ്, ദാറ്റ് ഈസ് ടീം സ്പിരിറ്റ് വരുന്നാൽ ടീം സ്പിരിറ്റ്. അപ്പോൾ ഈ വാക്കുകൾ മാത്രമേ ഓർത്തുള്ളൂ. സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. സ്കെലാർച്ചി എന്ന് പറയുന്ന ഹെറാർക്കിയാണ്. ഓർഡർ എന്ന് പറയുന്നത് എല്ലാവരെയും റൈറ്റ് ടൈം റൈറ്റ് പ്ലേസിൽ വെക്കുക എന്നുള്ളതാണ്. ഈക്വിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക, ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ എന്ന് പറഞ്ഞാൽ ലോങ് ടേമിൽ നമ്മളൊരു എംപ്ലോയിനെ റീറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് എന്താ, ആ ഒരു പ്രോആക്റ്റീവ് അല്ലെങ്കിൽ ആ സ്പാർക്ക് കൊണ്ട് സ്വയം ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് ഇനിഷ്യേറ്റീവ്. സ്പിരിറ്റ് ഡീകോപ്സ് എന്ന് പറഞ്ഞാൽ ടീം സ്പിരിറ്റ്. സോ ദീസ് ആർ ദ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് വിച്ച് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, so division of work, authority and responsibility, discipline, unity of command, unity of direction, subordination of individual interest, remuneration, centralization, scalar chain, order, equity, stability of tenure, initiative, esprit de corps. So very very important. Thank you very much.